ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിൻ്റെ EVS പരിസര പഠനം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. വരുന്ന ഹാഫ് ഇയർലി എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ കീ ആണ്. ആദ്യം ചോദ്യങ്ങളും അതിനുശേഷം മാത്രം ഉത്തരങ്ങളുമാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ മുഴുവൻ കാണാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിച്ചതെന്ന് നോക്കിയിട്ട് അത് നിങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ അതൊന്നുകൂടി പഠിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. മോസ്റ്റ്ലി എക്സ്പെക്റ്റഡ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. ആദ്യം തന്നെ യോജിക്കുന്നവ വരച്ചു ചേർക്കുന്നതാണ്. ഓട്ടംതുള്ളലിൻ്റെ ഉപജ്ഞാതാവ്, മാപ്പിളപ്പാട്ട് രംഗത്തെ പ്രമുഖൻ, ലോക പ്രശസ്ത ചിത്രകാരൻ, സംഗീതജ്ഞനായ ഭരണാധികാരി. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻസ് രാജാ രവിവർമ്മ, സ്വാതി തിരുനാൾ, മോയിൻകുട്ടി വൈദ്യർ, കുഞ്ചൻ നമ്പ്യാർ. ആരാണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് മാച്ച് ചെയ്ത് എഴുതിയാൽ മതി കേട്ടോ. നെക്സ്റ്റ് വരുന്നത് രണ്ടാമത്തെ, ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്നാണ്, ആരുടെ ജന്മദിനമാണ് ഈ ദിനമായിട്ട് ആചരിക്കുന്നത്? പക്ഷി നിരീക്ഷണത്തിൻ്റെ ഭാഗം നമുക്ക് 3ാമത്തെ ചാപ്റ്ററിൽ വരുന്നതാണ്, പക്ഷികളുമായി ബന്ധപ്പെട്ടുള്ള പാഠം. അത് കഴിഞ്ഞ എക്സാമിന് നിങ്ങൾക്ക് കുറച്ച് ഭാഗം അതിന്ന് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ ചാപ്റ്ററിൽ നിന്ന് ബാക്കി വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊന്ന് നോക്കി വെക്കുക. 3ാമത്തെ, മലമുഴക്കി, വേഴാമ്പൽ, അങ്ങാടിക്കുരുവി തുടങ്ങിയ പക്ഷികളുടെ എണ്ണത്തിൽ ഇപ്പോൾ കുറവ് വന്നുകൊണ്ടിരിക്കുന്നു. കാരണം എന്തായിരിക്കാം? 4, വായുവിനെ എങ്ങനെയെല്ലാമാണ് നാം പ്രയോജനപ്പെടുത്തുന്നത്? 5, ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥയിലുള്ള വസ്തുക്കൾ പരിചയപ്പെട്ടല്ലോ. അവയുടെ പ്രത്യേകതകൾ അടിസ്ഥാനമാക്കി പട്ടിക പൂർത്തിയാക്കുക. അപ്പോൾ ഖരം, ദ്രാവകം, വാതകം, അതിൻ്റെ ആകൃതി, ഭാരം സ്ഥിതി ചെയ്യാൻ ഇടം നോക്കി ചെയ്യുക കേട്ടോ. താഴെ തന്നിരിക്കുന്ന ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കുക. ഐസ് ചൂടാക്കുന്നു, ചൂടാക്കിയാൽ എന്താകും എന്ന് എഴുതുക. അതിനുശേഷം വീണ്ടും ചൂടാക്കിയാൽ എന്താകും എന്ന് എഴുതുക. നീരാവി തണുപ്പിക്കുമ്പോൾ വെള്ളമാകുന്നു, വെള്ളത്തിന് പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്ന് എഴുതുക. 7, ഭ്രമണം എന്നാൽ എന്ത്, പരിക്രമണം എന്നാൽ എന്ത്? 8, താഴെ പറയുന്നതിൽ ശരിയായ ആശയങ്ങളെ വരച്ച് യോജിപ്പിക്കൂ. ഭൂമിയുടെ ഉപഗ്രഹം, നവംബർ, സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾ, ഭൂമിയുടെ ഭ്രമണം, 1 വർഷം, സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം, 24 മണിക്കൂർ, 365 ദിവസം, ചന്ദ്രൻ, 30 ദിവസം, വ്യാഴം, 8. ഇത് മാച്ച് ചെയ്യാനാണ്. 9ാമത്തെ 3 ചോദ്യങ്ങൾ. ആദ്യ ചോദ്യം, സൂര്യന് എത്ര ഗ്രഹങ്ങളാണുള്ളത്? ബി, സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ഏത്? സി, സൂര്യന് ഏറ്റവും അകലെയായുള്ള ഗ്രഹം ഏത്? 10, ഇംഗ്ലീഷ് മാസങ്ങളുടെ പേരുകൾ എഴുതുക, മലയാളം മാസങ്ങളുടെ പേരുകൾ എഴുതുക. ഇത്രയും കഴിഞ്ഞാൽ നിങ്ങൾ ആൻസർ കീ നോക്കുക. ഇത്രയും ചോദ്യങ്ങൾ മാക്സിമം എഴുതാൻ നോക്കുക. അതിനുശേഷം മാത്രം ആൻസർ കീ ചെക്ക് ചെയ്യുക. ആദ്യം തന്നെ യോജിപ്പിക്കലാണ്. നമ്മൾ ഇതിൽ ഓൾറെഡി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നാലും ഞാൻ പറയാം. ഓട്ടംതുള്ളലിൻ്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാർ, മാപ്പിളപ്പാട്ട് രംഗത്തെ പ്രമുഖൻ മോയിൻകുട്ടി വൈദ്യർ, ലോക പ്രശസ്ത ചിത്രകാരൻ രാജാ രവിവർമ്മ, സംഗീതജ്ഞനായ ഭരണാധികാരി സ്വാതി തിരുനാൾ. ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്നാണ്, ആരുടെ ജന്മദിനമാണ്? ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പക്ഷി നിരീക്ഷകരായ ഡോക്ടർ സലീം അലിയുടെ ജീവിതത്തെ, അത് വേണ്ട, സലീം അലി, ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി നാം ആഘോഷിക്കുന്നു. ഇനി അടുത്തത്, മലമുഴക്കി, വേഴാമ്പൽ, അങ്ങാടിക്കുരുവി തുടങ്ങിയ പക്ഷികളുടെ എണ്ണത്തിൽ ഇപ്പോൾ കുറവ് വന്നുകൊണ്ടിരിക്കുന്നു. കാരണം എന്തായിരിക്കാം? ഭക്ഷണ സാധനങ്ങളുടെ ലഭ്യതക്കുറവ്, ഉയരം കൂടിയ വൃക്ഷങ്ങളുടെ അഭാവം, മനുഷ്യ സാമീപ്യം, ഇതൊക്കെ കൊണ്ടാണ് ഈ പക്ഷികൾ വംശനാശം വരുന്നതും കുറവ് വന്നുകൊണ്ടിരിക്കുന്നതും കേട്ടോ. വായുവിനെ എങ്ങനെയെല്ലാം നാം പ്രയോജനപ്പെടുത്തുന്നത്? ശ്വസിക്കാൻ, വാഹനങ്ങളുടെ ടയറുകളിൽ കാറ്റു നിറയ്ക്കാൻ, പിന്നെ എന്തിനൊക്കെ ഉപയോഗിക്കും എന്നുള്ളത് നിങ്ങൾ എഴുതുക. ബലൂണിൽ കാറ്റ് നിറയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന അറിയാലോ നിങ്ങൾക്ക്. 5ാമത്തെ, ഖരം, ദ്രാവകം, വാതകത്തിന്റെ സവിശേഷതകൾ നോക്കാം. ഖരത്തിന്റെ ആകൃതി, നിശ്ചിത ആകൃതി ഉണ്ട്. ദ്രാവകത്തിന് നിശ്ചിത ആകൃതി ഇല്ല. പാത്രത്തിന്റെ ആകൃതി സ്വീകരിക്കുന്നു. വാതകത്തിനും നിശ്ചിത ആകൃതി ഇല്ല. ഭാരമാണെങ്കിൽ ഖരത്തിന് ഭാരമുണ്ട്, ദ്രാവകത്തിനും ഭാരമുണ്ട്, വാതകത്തിനും ഭാരമുണ്ട്. ഓക്കെ. സ്ഥിതി ചെയ്യാൻ ഇടം എന്താണ്? ഖരത്തിന് സ്ഥിതി ചെയ്യാൻ ഇടം ആവശ്യമാണ്, ദ്രാവകത്തിനും സ്ഥിതി ചെയ്യാൻ ഇടം ആവശ്യമാണ്. വാതകത്തിന് സ്ഥിതി ചെയ്യാൻ ഇടം ആവശ്യമാണോ? ആണ്, ഒരു പരിധി വരെ കേട്ടോ. ശരിക്കും ആവശ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലൊരു ചെറിയ ഇത് വരാൻ ചാൻസ് ഉണ്ട്. വാതകം എന്ന് പറയുന്നത് സ്ഥിതി ചെയ്യാൻ ഒരു സ്പേസിൽ തന്നെയാണ് അത് നിൽക്കുന്നത് കേട്ടോ. സ്ഥിതി ചെയ്യാൻ അതിനും ആവശ്യമുണ്ട് സ്ഥലം. അതുകൊണ്ടാണ് ചിലപ്പോൾ ഇത് ആവശ്യമില്ല എന്നും കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് ഒരു ടൈലാണ് ഇത് നിൽക്കുന്നത് കേട്ടോ. നോക്കിയിട്ട് ടെക്സ്റ്റിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളൊന്ന് നോക്കുക. ചിലപ്പോൾ ഇതിൽ മാറ്റം വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ.
താഴെ തന്നിരിക്കുന്ന ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കുക. ഐസ് ചൂടാക്കുന്നു, വെള്ളം ചൂടാക്കുന്നു, നീരാവി തണുപ്പിക്കുന്നു, വെള്ളം വീണ്ടും തണുപ്പിക്കുമ്പോൾ ഐസായി മാറുന്നു. ഇനി ഭ്രമണം എന്നാൽ എന്ത്, പരിക്രമണം എന്നാൽ എന്ത്? ഈ പാഠത്തിൽ നിന്ന് കുറച്ചധികം നോക്കിയിട്ട് പോവുക. ഒരു വർഷത്തിൽ എത്ര ദിവസമുണ്ട്, അതുപോലെ എന്താണ് നമ്മളൊരു ദിവസത്തിൽ 24 മണിക്കൂറുകളാണ് ഉള്ളത്, പിന്നെ അതുപോലെ അമാവാസി, പൗർണമി, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അതെല്ലാം കറക്റ്റായി നോക്കിയിട്ട് പോകാൻ ശ്രമിക്കുക. ഭൂമി സ്വയം കറങ്ങുന്നതാണ് ഭൂമിയുടെ ഭ്രമണം. ഭൂമി സൂര്യന് ചുറ്റും നിശ്ചിത പാതയിലൂടെ കറങ്ങുന്നതാണ് ഭൂമിയുടെ പരിക്രമണം. ഓക്കെ, അപ്പൊ അതൊന്ന് നോക്കുക. ഭൂമിയുടെ ഭ്രമണത്തിന് എത്ര സമയം എടുക്കുന്നു, ഭൂമിയുടെ പരിക്രമണത്തിന് എത്ര സമയം എടുക്കുന്നു എന്നുള്ളത് ഞാൻ പറയാം. ഭൂമി സ്വയം കറങ്ങുന്നത് ഭ്രമണമാണ്, അതിന് 24 മണിക്കൂർ. ഭൂമി എന്ത് ചെയ്യണു, സൂര്യന് ചുറ്റും കറങ്ങുന്നുണ്ടല്ലോ, അത് 365 കാൽ നമ്മൾ പറയാറുള്ളത് കേട്ടോ, അത്രയും ദിവസം. ഇനി അടുത്തത്, താഴെ പറയുന്ന ശരിയായ ആശയങ്ങളെ വരച്ച് യോജിപ്പിക്കണം. ഭൂമിയുടെ ഉപഗ്രഹം ചന്ദ്രൻ, നവംബറിൽ എത്ര ദിവസങ്ങളാ, 30 ദിവസം. സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾ 8. ഭൂമിയുടെ ഭ്രമണം 24 മണിക്കൂർ. ഒരു വർഷം എന്ന് പറയുന്നത് 365 1/4 ദിവസമാണ്, 365 കാൽ ദിവസം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം. അപ്പൊ ഈ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ പേര് നിങ്ങളൊന്ന് പഠിച്ചിട്ട് പോവുക. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഈ 8 എണ്ണത്തിന്റെ പേരുകൾ പഠിച്ചിട്ട് പോവുക. സൂര്യനിൽ നിന്നുള്ള ഇവരുടെ അകലത്തിന്റെ അടിസ്ഥാനത്തിലും ഒന്ന് പഠിച്ചിട്ട് പോകാൻ ശ്രമിക്കുക കേട്ടോ. അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അടുത്തത് 9ാമത്തെ ചോദ്യമാണ്. സൂര്യന് എത്ര ഗ്രഹങ്ങളാണുള്ളത്? ABC എന്നാണ് ചോദ്യം അതിലുള്ളത്. സൂര്യന് 8 ഗ്രഹങ്ങൾ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പേരുകൾ. സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം ബുധൻ, സൂര്യന് ഏറ്റവും അകലെയായിട്ടുള്ളത് നെപ്റ്റ്യൂൺ ആണ്. ഇനി 10ാമത്തെ ചോദ്യം വരുന്നത് ഇംഗ്ലീഷ് മാസങ്ങളുടെ പേരും മലയാളം മാസങ്ങളുടെ പേരുമാണ്. ഇംഗ്ലീഷ് കലണ്ടറിലെ മാസങ്ങൾ ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. കൊല്ലവർഷ കലണ്ടറിലെ മാസങ്ങൾ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം. അപ്പോൾ കലണ്ടർ മാസങ്ങൾ കഴിഞ്ഞു. ഇനി ഇതല്ലാതെ നിങ്ങൾക്ക് ആ ഭാഗത്തുനിന്ന് ഗ്രിഗോറിയൻ വർഷം ഒരു ഡേറ്റ് തന്നിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു മാസത്തിൽ എത്ര ദിവസങ്ങൾ ഉണ്ടെന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും ഏത് ഭാഗത്തു നിന്നാണ് കൂടുതൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് ആ ഭാഗം കൂടുതലായിട്ട് പഠിച്ചിട്ട് പോകാൻ ശ്രമിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാം. തുടർന്നും വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.